الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناكم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ വിജ്ഞാനവീഥി വാട്സപ്പിന്റെ പ്രവർത്തകരും ശ്രോതാക്കളുമായ നല്ലവരായ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളൊക്കെയും പരിപൂർണമായും സ്വീകരിച്ച് വിശുദ്ധ റമദാനിനെ നമുക്ക് അനുകൂല സാക്ഷിയാക്കി തരുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായതാണ് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നുവല്ലോ. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം നടന്ന മാസം എന്ന നിലയ്ക്ക് തന്നെ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് തന്നെ ഖത്മുകൾ ഒരുപാട് പൂർത്തീകരിച്ച് അതിന്റെ ശ്രേഷ്ഠത കരസ്ഥമാക്കാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമാകുന്ന ഖുർആൻ ശരീഫ് അവതീർണമായ ലോകത്തൊരുപാട് പരിവർത്തനത്തിന്റെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ച ഈ ഖുർആനിനെ മുറുകെ പിടിക്കലാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതുന്നവരെ കുറിച്ച് യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഫാത്തിറിലൂടെ വിവരിക്കുകയാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർ വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയിരിക്കുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി അത് ചെലവാക്കുകയും ചെയ്യുന്നവർ സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അത് സദഖ ചെയ്യുന്നവർ, അത് ചെലവഴിക്കുന്നവർ യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ നഷ്ടമില്ലാത്ത കച്ചവടത്തെ ആഗ്രഹിക്കുന്നവരാ. ലിയുവഫിയഹും ഉജൂറഹും, യഥാർത്ഥ പ്രതിഫലത്തെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വയസീദഹും മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് വളരെ കൂടുതലായി അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കുന്നതിനും അവരെ വഴിപ്പെടുന്നതിനും തീർച്ചയായും പുറത്തു കൊടുക്കുന്നവനും അതിന് നന്ദി കാണിക്കുന്നവനുമാകുന്നു.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറയുന്നത് കേൾക്കുകയാണ്, മൻ കാന യർജൂ ലിഖാ അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാരാണോ ഫൽയുക്രിം അഹ്ലല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കുടുംബക്കാരെ ബഹുമാനിച്ചു കൊള്ളട്ടെ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹല്ലില്ലാഹി അസ്സ വജല്ല അഹ്ലുൻ, അല്ലാഹുവിന് കുടുംബക്കാരുണ്ടോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം, അതെ, അല്ലാഹുവിന് കുടുംബക്കാരുണ്ട്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ആരാണ് നബിയേ ആ കുടുംബക്കാര്? അല്ലാഹു ഏകനാണെന്നും അവന് കൂട്ടുകാരില്ലെന്നും അവന് പങ്കാളികളില്ലെന്നും കുടുംബക്കാരില്ലെന്നും അടിയുറച്ചു വിശ്വസിക്കുന്നവരായ സഹാബത്ത് ചോദിച്ചു, നബിയേ മൻഹും യാ റസൂലല്ലാഹ്, ആരാണവർ? അല്ലാഹുവിന്റെ കുടുംബക്കാരാരാണ് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലുല്ലാഹി ഫിദ്ദുനിയാ അല്ലദീന യഖറഊനൽ ഖുർആൻ, ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹുവിന്റെ കുടുംബക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരാരെന്നറിയുമോ? അല്ലദീന യഖറഊനൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതുന്നവരാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഓതുന്നവരാണ്. അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം ഓതുന്നവരെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ കൂട്ടരാണ് അല്ലാഹുവിന്റെ കുടുംബക്കാർ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വരികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൻ കാന യർജൂ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഫൽയുക്രിം അഹ്ലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ് സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരെ ബഹുമാനിച്ചാൽ അവർക്കാണ് അല്ലാഹുവിനെ കാണാൻ കഴിയുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാന്യർ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരും ഖുർആനിന്റെ വാഹകരുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകളുടെ പവർ ആദരവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ വെക്കുകയാണ്. ആ ഖുർആൻ ബഹുമാനിച്ചവർക്കാണ് ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ മുഴുവനും നൽകുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ ഓതിയവർക്ക് എത്ര വലിയ പ്രതിഫലമാണെന്ന് വിലമതിക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയാത്ത വിധം വിശാലമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു വിശുദ്ധമായ റമളാനിൽ ധാരാളം ഖത്മുകൾ പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.